കോളേജിലേക്കുള്ള ആദ്യത്തെ ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങി. ബസ് കാത്തു നിൽക്കുകയായിരുന്നു. പ്രഭാത സൂര്യന്റെ കിരണങ്ങൾക്കിടയിലൂടെ അവൾ എന്നരികിലേക്ക് വന്നു. ലവ് ഇറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ, പക്ഷേ ഇപ്പോഴാണ് ഞാനും അനുഭവിച്ചറിയുന്നത്. കണ്ട് കൊതി തീർന്നില്ല. അത്രയും നേരം വരാതിരുന്ന ബസ് പെട്ടെന്ന് പോന്നു. അവൾ കയറിയത് ബസ്സിലേക്കായിരുന്നില്ല, എൻ്റെ മനസ്സിലേക്കായിരുന്നു. അവൾക്കും അതുപോലെ തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന് അധിക ദൂരം ഉണ്ടായിരുന്നില്ല. ഹലോ ജെസ്സി, പറ. ഇന്നെന്താ ഇത്ര നേരമായിട്ട് വിളിക്കാനേ? അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. മമ്മി ഇപ്പൊ വരാ. പള്ളിയിലേക്കൊന്ന് പോയി. പള്ളിയിലേക്കോ? നീയോ? ഇന്നെന്താ ഇത്ര പ്രത്യേകിച്ച് പള്ളിയിൽ പോകാൻ? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ ഇത്ര വലിയ ഹാപ്പി ന്യൂസ്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നു. തേർഡ് ഇയർ പാസ്സായി. അതെയോ? ട്രീറ്റ് വേണട്ടോ. ഓക്കെ, അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെന്താ? ആ, എന്റെ ഫ്രണ്ടിന്റെ മാരേജിന് പോയി. അത് ലവ് മാരേജ് ആയിരുന്നു. ഓ, അപ്പൊ നമ്മുടെ എപ്പോഴാ? എന്താ? എന്തൊരാൾക്കൂട്ടം. ഹലോ, എന്താ പ്രശ്നം? ഹരിയേട്ടൻ സൂയിസൈഡ് ചെയ്തു. ഓ, ഇന്നലെ കൂടി കണ്ടതാ. എന്താ കാരണം? ഹരിയേട്ടനൊരു അഫയർ ഉണ്ടായിരുന്നു, ആ പെൺകുട്ടി ചോദിച്ചതാ. ഹലോ ജെസ്സി, സോറി. എന്താ പ്രശ്നം? കോളനിയിലെ ഹരിയേട്ടൻ സൂസൈഡ് ചെയ്തു. എന്തിനാ സൂസൈഡ് ചെയ്ത്? ഹരിയേട്ടൻ ഒരു അഫയർ ഉണ്ടായിരുന്നു, ആ പെൺകുട്ടി അയാളെ ചതിച്ചു. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. അവിടെ ഒരാൾക്കൂട്ടം. ഹരിയേട്ടൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയോ? എന്തിന്? ഹരിയേട്ടൻ ആത്മഹത്യ ചെയ്തു. പെണ്ണ് അയാളെ ചതിച്ചു. ഇത് എന്താ? വേണ്ടൻ, ഇതിനൊക്കെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ? എന്നെ കണ്ടില്ല, എനിക്കും ഉണ്ടായിരുന്നു. രമണി അങ്ങ് പൊക്കത്തിലുള്ള കിട്ടിയപ്പാ അവള് എന്നെ മറന്നു. പൊക്കത്തിലോ? ആ, തെങ്ങേറ്റക്കാരൻ കുമാരൻ, അവൻ പൊക്കത്തില്ല ജോലി ചെയ്യണേ. അപ്പൊ അവളെന്നെ എടുത്തിട്ട് പോയി. ഞാൻ ഹരിയേട്ടൻ പോലെ ആവോ, അതോ ആ കള്ളൂടിയനെ പോലെ? എന്താ ചെയ്യാ? ജെസ്സി വിളിക്കാം. ഹലോ ജെസ്സി, ഹലോ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ ദേഷ്യപ്പെടുമോ? നീ
ആദ്യം കാര്യം പറ. ഞാൻ ഹരിയന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പറഞ്ഞു. അതിനുശേഷം ഒരു കുടിയനെയും കണ്ടു. അതിനെന്താ? അവർ രണ്ടുപേരെയും ലവേഴ്സാ ചീറ്റ് ചെയ്ത്. അതുകൊണ്ട് എനിക്കൊരു സംശയം, നീയും. അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെയാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അതല്ല, സോറി, ഞാൻ അതല്ലേ പറഞ്ഞ ആദ്യം ദേഷ്യപ്പെടില്ലേ എന്ന്. നീ നാളെ വാ. ഓക്കെ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഛേ, വേണ്ടായിരുന്നു. പിന്നെന്താ സുഖം, കുഴപ്പമൊന്നുമില്ല. നിനക്കോടാ? എനിക്കൂടാ. എന്നെ അവളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട്, വൈകുന്നേരം പോണം. എല്ലാ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നണേ. നമുക്ക് വൈകിട്ട് പോവാല്ലേ? പിന്നെ ഒരുമിച്ച് പോവാട്ടോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെടാ ബൈ. ഓക്കെ ബൈ. ഡാ എബി, സഞ്ജയ്, എന്താടാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ചുമ്മാ. ജെസ്സി വിളിക്കാറുണ്ടോ? ഇവിടെ അവൾ 2 ദിവസം നാട്ടിൽ പോയിക്കാ. ഡാ നാളെ അവളുടെ എൻഗേജ്മെന്റാ. അതെടാ, നാളെ എൻഗേജ്മെന്റാ. നീ എന്താ പറയുന്നത്? ഈ കാര്യത്തിൽ നുണ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? പയ്യൻ യൂസിൽ വർക്ക് ചെയ്യടാ. നീ വേണി വിളിച്ചു നോക്ക്. The number you have called is busy. The number you are trying to reach is currently switched off. ഹരിയേട്ടൻ സൂസൈഡ് ചെയ്തു. ആ പെൺകുട്ടി ചോദിച്ചതാ. എവിടെ നീ എവിടെ സഖി നീ ഇന്നെവിടെ എരിയുന്നു ഹൃദയം നിന്നോർമകളാലെന്നും എരിയും എൻ ഹൃദയം. Tomorrow my engagement. Sorry for everything. Goodbye. നിൽക്കൂ, ഇവിടെ വരാൻ നിനക്കെന്ത് അവകാശം? ഞാനൊരു ആത്മാവാണ്. അല്ല, നീ ഒരു പാപിയാണ്. സ്വയം ജീവനൊടുക്കിയ നീ ഒരു സാത്താനാണ്. അല്ല, ഒരിക്കലുമല്ല. അതെ, ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുക ഒരു വരദാനമാണ്. പക്ഷേ മോഹങ്ങൾക്കടിമയായ നീ ഒരു നിമിഷത്തേക്ക് അത് മറന്നു.
അത് ഞാൻ കേവലം ഒരു പെണ്ണിനു വേണ്ടി ജീവനൊടുക്കിയ നീ നിന്റെ മാതാപിതാക്കളെ ഓർത്തില്ല, നിന്റെ കൂട്ടുകാരെ ഓർത്തില്ല, അവർ നിന്നോടൊപ്പം സ്നേഹം പങ്കിട്ട നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തില്ല. നീ പാപിയാണ്, എല്ലാവരെയും വഞ്ചിച്ച കൊടും പാപി. അതെ, ഞാൻ പാപിയാണ്. ഇനി ഞാൻ എന്തു ചെയ്യണം? നീ ചെയ്ത തെറ്റ് തിരുത്താൻ നിനക്കിനി കഴിയില്ല. നീ ചെയ്ത വിഡ്ഢിത്തത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാനേ നിനക്ക് കഴിയൂ. പോ, ഇത് പുണ്യാത്മാക്കൾക്കുള്ള സ്ഥലമാണ്. നീ ഗതി കിട്ടാതെ അലയെ, അതാണ് നിന്റെ വിധി. എബി, നീ പൈപ്പ് തുറന്നിട്ടിട്ട് എവിടേക്കാ പോയേ? ചായ കുടിക്കാൻ വേടാ. ആ, ഇപ്പൊ വരാം. ഒരു നിമിഷത്തെ വിഷമം മറക്കാൻ ഞാൻ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറായി. എന്നെ സ്നേഹിച്ച എല്ലാവരെയും ഞാൻ മറന്നു. ഒരു പെണ്ണിന് വേണ്ടി തീരേണ്ടതല്ല എൻ്റെ ജീവിതം. എനിക്കും ജീവിക്കണം, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. പ്രണയം ദൈവികമാണ്. അതിൽ ചതിയില്ല, വഞ്ചനയില്ല. പ്രണയത്തിൽ തോൽവിയില്ല, നിരാശ മാത്രം. ആ നിരാശയെ മറികടക്കുന്നവൻ വിജയി. ആത്മഹത്യ ഭീരുക്കളുടെ ആയുധമാണ്. I never choose that option.